ഈ ഇസ്ലാം കാര്യം 5 എണ്ണം. ആ 5 കാര്യങ്ങളിൽ പെട്ടതാണ് സക്കാത്ത് കൊടുക്കുക എന്ന് പറയുന്നത്. ഫർള സക്കാത്ത്. സക്കാത്ത് കൊടുക്കൽ ഫർള. പക്ഷെ ഇന്ന് പെണ്ണുങ്ങള് എടോ സ്വർണത്തിന്, ധരിക്കുന്ന സ്വർണത്തിന് സക്കാത്തില്ല. ഉണ്ടോ? ധരിക്കുന്ന സ്വർണത്തിന് സക്കാത്തുണ്ടോ? സക്കാത്തില്ല. പക്ഷെ പെണ്ണുങ്ങൾക്ക് കാഞ്ഞ ബുദ്ധിയാ. ഒരു സഹോദരി എൻ്റെ അടുത്തൊരിക്കൽ ഒരു സംശയം ചോദിച്ചു, ഉസ്താദന്മാര് പറയുന്നു ധരിക്കുന്ന സ്വർണത്തിന് സക്കാത്തില്ല എന്ന്. ധരിക്കുന്ന സ്വർണത്തിന് സക്കാത്തില്ല. അപ്പൊ ധരിക്കുന്ന സ്വർണത്തിന് സക്കാത്ത് കൊടുക്കണോ? ഞാൻ ആ താത്താനോട് ചോദിച്ചു, നിങ്ങൾക്ക് എത്ര പവനുണ്ടെന്ന്? 101 പവനുണ്ട് ഉസ്താദേ. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ 101 പവനും നിങ്ങൾ ധരിക്കുമോ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാറി മാറി ധരിക്കാറുണ്ടെന്ന്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാനെ പൊട്ടനാക്കാൻ നോക്കരുതട്ടാ. നീ എങ്ങനെയെങ്കിലും നിനക്കൊരു കാര്യം അറിയോ? ഒരാൾക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഒരാൾക്ക് സക്കാത്ത് എല്ലാ വർഷവും ആ മനുഷ്യൻ തന്റെ സമ്പത്തിന്റെ കണക്ക് നോക്കിയിട്ട് സക്കാത്ത് കൊടുക്കുന്ന ഒരു സ്വഭാവം ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടെങ്കിൽ അവൻ ഈമാനുള്ളതിന്റെ അടയാളമാണ് സക്കാത്ത് കൊടുക്കുന്നതെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി. നബിതങ്ങൾ പറയുന്നു, ഒരു വയലും വേണ്ട, ഒരാളും പ്രസ് ചെയ്യണ്ട, എല്ലാ വർഷവും തന്റെ സമ്പത്തിന്റെ കണക്കെടുത്ത് നോക്കിയിട്ട് കറക്റ്റായിട്ട് സക്കാത്ത് കൊടുക്കുന്ന ഒരു മനുഷ്യനെ, ആ മനുഷ്യൻ എന്താണ്? ഒരു യഥാർത്ഥ ഈമാനുള്ള മുഅ്മിനായ മനുഷ്യനെ അങ്ങനെ ചെയ്യാൻ കഴിയും. മുഅ്മിനാണെന്നുള്ളതിന്റെ അടയാളമാണ് സക്കാത്ത് കൊടുക്കുക. അല്ലാതെ ഇതുപോലെ ന്യായം, ധരിക്കുന്ന സ്വർണത്തിന് സക്കാത്തില്ലല്ലോ, അങ്ങനല്ലേ ഇങ്ങനല്ലേ, അങ്ങനെയാണെങ്കിൽ പൈസയ്ക്കും കൊടുക്കേണ്ട പെങ്ങളെ. നിങ്ങളെന്തിനാ ഇപ്പൊ എൻ്റെ അടുത്ത് 1 ലക്ഷം രൂപയുണ്ടെന്ന് സങ്കല്പിക്കുക. കഴിഞ്ഞ റമളാൻ മുതൽ ഈ വർഷം റമളാൻ 27 വരെ, കഴിഞ്ഞ വർഷം 27-ാം രാവിന് എൻ്റെ കയ്യിൽ 1 ലക്ഷം രൂപ ബാങ്കിൽ കൊണ്ടിട്ടു. ഈ വർഷം 27-ാം രാവാകുമ്പോ ആ 1 ലക്ഷം രൂപ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ സക്കാത്ത് കൊടുക്കണ്ടേ? കൊടുക്കണോ വേണ്ടേ? കൊടുക്കണം. അപ്പൊ 27-ആണ് എനിക്ക് ഒരു വർഷം തികയുന്ന ദിവസം. 25-ന്റെ അന്നോ 26-ന്റെ അന്നോ 1 ലക്ഷം രൂപയുടെ ചെക്ക് എഴുതി എൻ്റെ ഭാര്യയ്ക്ക് കൊടുത്തിട്ട് പറഞ്ഞു, സുമയ്യ എനിക്ക് വേണ്ടടി, നീ ഇതെടുത്തോടി എന്ന് പറഞ്ഞ് അവക്ക് കൊടുത്താൽ ഞാൻ ആ പൈസക്ക് സക്കാത്ത് കൊടുക്കണോ? നിങ്ങളെന്താ ഇങ്ങനെ ഇരിക്കണം? കൊടുക്കണോ? കൊടുക്കണ്ട. ആ 1 ലക്ഷം രൂപ ഒരു വർഷം എൻ്റെ അടുത്ത് ഇരുന്നില്ലല്ലോ. എന്നാ സുമയ്യ എൻ്റെ ഭാര്യയ്ക്ക് പറഞ്ഞു, നീ എടുത്തോടി എന്ന് പറഞ്ഞ് അത് കൊടുത്തു കഴിഞ്ഞാൽ അതിന് സക്കാത്ത് കൊടുക്കണ്ട. അടുത്ത വർഷം 27-ാം രാവ ആകുമ്പോ എന്റെ പെണ്ണുമ്പിള്ള വന്നിട്ട് 1 ലക്ഷത്തിന്റെ ചെക്ക് എഴുതി തന്നിട്ട്, ഇക്ക നിങ്ങൾ എടുത്തോ എന്ന് പറഞ്ഞ് എനിക്ക് തന്നാ ഓക്ക് കൊടുക്കണോ? നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണം? കൊടുക്കണോ? കൊടുക്കണ്ട. അള്ളാനെ പണ്ടൊരു പഴച്ചിലുണ്ട്, എന്താ? പൊട്ടനെ ചെട്ടി ചതിച്ച ചെട്ടിയെ ദൈവം ചതിക്കും. ഒരാളുടെ കയ്യിൽ 1 ലക്ഷം രൂപ, ഒരാളുടെ കയ്യിൽ ഒരു വർഷക്കാലം ബാങ്കിൽ നിനക്ക് 60,000 രൂപ, അതാണ് ഇന്നത്തെ വെള്ളിയുടെ കണക്ക്. പൊട്ട 1 ലക്ഷം രൂപ നിന്റെ കയ്യിലുണ്ട്. ആ 1 ലക്ഷം രൂപ ഒരു കൊല്ലമായിട്ട് നിന്റെ കയ്യിലുണ്ടെങ്കിൽ ആ 1 ലക്ഷം രൂപയുടെ 2.5% 2500 രൂപ പാവപ്പെട്ടവന്റെ അവകാശമാണ്. അത് കൊടുത്തിരിക്കണം. അത് ഫർള, നിർബന്ധമാണ്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. 97,500 രൂപ നിന്റെതും 2,500 രൂപ പാവപ്പെട്ടവന്റെ അവകാശമാണ്. അത് കൊടുക്കാതെ ആ പിച്ചച്ചട്ടിയിൽ നീ കൈയിട്ട് വാരിയ ഒറ്റ നേട്ടമേ ഉള്ളൂ, 1 ലക്ഷവും പോയി കിട്ടും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ.